ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ബിലീഫ് സിസ്റ്റത്തിനെ കുറിച്ചാണ്. അതിനുവേണ്ടി ബ്രഹ്മകുമാരി സിസ്റ്റർ ശിവാനിയെ നമുക്ക് സ്വാഗതം ചെയ്യാം. സിസ്റ്റർ ശിവാനി, താങ്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. ഓം ശാന്തി. ഓം ശാന്തി. ഇന്ന് ഒരു ഭാഗത്ത് ഒരു തരത്തിലുള്ള അലകൾ വ്യാപിച്ചിരിക്കുകയാണ് സിസ്റ്റർ ശിവാനി. ഇടയ്ക്കിടയ്ക്ക് സന്തോഷത്തിന്റെ സ്റ്റേജിലാണ്. തന്റെ സ്റ്റേജിൽ ഇരുന്നു കൊണ്ട് തുറന്ന മനസ്സോട് സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ their own ബിലീഫ് സിസ്റ്റം വരാൻ തുടങ്ങുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് നമ്മുടെ ബിലീഫ് സിസ്റ്റം ആണോ, ട്രൂത്ത് ആണോ? കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അഥവാ എനിക്ക് നല്ലതായി തോന്നുകയാണെങ്കിൽ എന്റെ ഫീലിംഗ് എന്താണ്, അത് നല്ലതാണ്, നല്ല ഫീലിംഗ് ആണ്, അതിന് ഒരു ഡിസ്റ്റർബൻസും ഇല്ല, ഒരു അൺകംഫർട്ടബിൾനെസ്സും ഇല്ല, അർത്ഥം ബിലീഫ് സിസ്റ്റം ശരിയാണ്. അഥവാ ഞാൻ അൺകംഫർട്ടബിൾ ആണെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ ചെക്ക് ദ ബിലീഫ് സിസ്റ്റം. വളരെയധികം പേര് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴുള്ള ഈ ബിലീഫ് സിസ്റ്റം എന്താണോ അതിലൂടെ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, അത് എങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കാൻ കഴിയും, ബിലീഫ് സിസ്റ്റം എങ്ങനെ ചേഞ്ച് ചെയ്യാൻ കഴിയും എന്നത് ഒരു നീണ്ട പ്രോസസ്സാണ്. അതിൽ നമുക്ക് ഡെഫിനറ്റ്ലി ഡീപ്പായി പോകേണ്ടി വരും. എന്നാൽ അഥവാ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ബിലീഫ് സിസ്റ്റം ഏതായാലും, അഥവാ എന്റെ ചിന്ത എന്താകട്ടെ, അതെന്റെ ഹാപ്പിനെസ്സിനെ എങ്ങനെയാണ് കൊണ്ടുവരുന്നത്? ഏതൊരു ബിലീഫ് സിസ്റ്റം ആണ് ഉള്ളത്, അതിന്റെ ആധാരത്തിലുള്ള തോട്ട്സ് ക്രിയേറ്റ് ചെയ്യുന്ന അല്ലേ? കഴിഞ്ഞ പ്രാവശ്യത്തിലേക്ക് നമ്മൾ പോകുകയാണെങ്കിൽ ചില വലിയ വലിയ ബിലീഫ്സ്, ചെറിയ ചെറിയ സിമ്പിൾ ബിലീഫ്സ് നമ്മൾ കണ്ടു. ഇവൺ എ സിമ്പിൾ ബിലീഫ് ലൈക്ക് ഇന്നത്തെ കാലത്ത് ചിന്ത ഉണ്ടാകുക, ഇറ്റ്സ് നാച്ചുറൽ. സ്ട്രെസ് നാച്ചുറൽ ആണ്. ഇപ്പോൾ നമ്മുടെ വിശ്വാസം തന്നെ ഇതാണ്, സ്ട്രെസ് ഇസ് നാച്ചുറൽ. ഇതാണ് ദിവസം മുഴുവൻ നമ്മൾ എത്ര പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്യുന്നു. ആങ്സൈറ്റി ഉണ്ട്, ടെൻഷൻ ഉണ്ട്, ധാരാളം വെറി ആവാറുണ്ട്. ഐ വിൽ അക്സെപ്റ്റഡ്. ഇത് എങ്ങനെ ഉണ്ടാകും അല്ലേ? ഇറ്റ്സ് ഓക്കെ. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഞാൻ ടെൻഷൻ ആകാൻ എന്നെ സ്വയം അനുവദിക്കും. ഓക്കെ, ഇറ്റ് ഇസ് ഓക്കെ. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഐ എം അലൗഡ് ടു സ്മോക്ക്. പിന്നെ ഞാൻ ചിന്തിക്കും, സ്മോക്കിംഗ് എന്നെ സംബന്ധിച്ച് ശരിയാണ്, ഐ എം അലൗഡ് ടു ഡു ഇറ്റ്, സോ ഐ വെരി ഈസിലി ഡു ഇറ്റ്. ആരാണോ ചെയ്യാത്തത് അവർ ചെയ്യില്ല. അവരുടെ ബിലീഫ് സിസ്റ്റം ഇതാണ്, ഐ എം നോട്ട് ഗോയിങ് ടു സ്മോക്ക്. സിമിലർലി ഇഫ് ഐ ക്രിയേറ്റ് എ ബിലീഫ് സിസ്റ്റം, ദിസ് ഇസ് നാച്ചുറൽ. ഇതുവരെ എൻ്റെ ബിലീഫ് സിസ്റ്റം ഇതായിരുന്നു, ടെൻഷൻ ഇസ് നാച്ചുറൽ. ആങ്കർ, ചെറിയ ചെറിയ ദേഷ്യം കുഴപ്പമില്ലല്ലോ. അഥവാ എന്റെ ബിലീഫ് സിസ്റ്റം ആങ്കർ ഇസ് നാച്ചുറൽ എന്നാണെങ്കിൽ, ഞാൻ ദേഷ്യപ്പെടുന്നതിന് മുമ്പ് ഒരിക്കലും 2 പ്രാവശ്യം ചിന്തിക്കില്ല. ആങ്കർ ഇസ് നാച്ചുറൽ എങ്കിൽ തോട്ട്സും അങ്ങനെ ക്രിയേറ്റ് ആവും. അങ്ങനെയായിരിക്കും മുന്നോട്ടുള്ള എന്റെ ബിഹേവിയർ. ഇപ്പോൾ എക്സ്പെരിമെന്റ് ചെയ്തു നോക്കൂ, ആങ്കർ ഇസ് നാച്ചുറൽ എങ്കിൽ എങ്ങനെ ഞാൻ മുന്നിലേക്ക് പോകും? ദേഷ്യപ്പെടുന്നതിന്റെ ശീലം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. പല പ്രാവശ്യം ദേഷ്യപ്പെട്ട് എൻ്റെ ഉള്ളിൽ അതിന്റെ സ്വഭാവമായി. നമ്മുടെ ഉള്ളിൽ ആ വേദന തന്നെ ക്രിയേറ്റ് ആയി. ഒരു ദിവസത്തേക്ക് വേണ്ടി നിങ്ങളത് എക്സ്പ്ലോർ ചെയ്യൂ, ആൻഡ് ദാറ്റ് ഇസ് പീസ് ഇസ് നാച്ചുറൽ. ബട്ട് എങ്ങനെ മനസ്സിലാക്കും വിച്ച് ഇസ് നാച്ചുറൽ? ഏതാണോ നമുക്ക് കംഫർട്ടബിൾ ആണെന്ന് ഫീൽ ആവുന്നത്. ഇന്ന് എത്ര ദേഷ്യപ്പെട്ടാലും ചിന്തിക്കൂ, എല്ലാവർക്കും എന്താ ഇഷ്ടം? പീസ്. ശാന്തി അന്വേഷിച്ചോണ്ടിരിക്കല്ലേ, ചോദിച്ചോണ്ടിരിക്കുക. ഇപ്പോൾ നമ്മൾ ശാന്തി ചോദിക്കുന്നു. ഇതൊരു ബിലീഫ് സിസ്റ്റം ആണ്. ശാന്തി നമുക്ക് ചോദിക്കണം, അത് നമുക്ക് വെളിയിൽ നിന്ന് കിട്ടുന്നതാണ്. ശാന്തി നമുക്ക് പുറത്തുനിന്ന്, സന്തോഷവും നമുക്ക് പുറത്ത് അന്വേഷിക്കണം. ഇപ്പോൾ എൻ്റെ ബിലീഫ് സിസ്റ്റം ഇതാണ്, സന്തോഷം പുറത്തുനിന്ന് ലഭിക്കും. അപ്പോൾ നമ്മൾ എവിടെ അന്വേഷിക്കും? പുറത്തുനിന്ന് അന്വേഷിക്കും. ഞാൻ ഇങ്ങനെ ഒരു ബിലീഫ് ഒരിക്കലും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. സന്തോഷം എൻ്റെ ഇന്നർ സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ്. അതെൻ്റെ മേലെ മാത്രം ഡിപ്പെൻഡഡ് ആണ്. ഏത് ക്വാളിറ്റിയുടെ ബിലീഫാണോ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്, ആ ക്വാളിറ്റിക്ക് അനുസരിച്ച് തോട്ട്സും ക്രിയേറ്റ് ആവും. ഒരു ദിവസം ഞാൻ സിമ്പിൾ ന്യൂ ബിലീഫ്സ് എക്സ്പ്ലോർ ചെയ്യുന്നു. പീസ് ഇസ് നാച്ചുറൽ, ആങ്കർ ഇസ് അൺനാച്ചുറൽ. ആങ്കറിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയില്ല, എന്നാൽ പറയും പീസ് ഇസ് നാച്ചുറൽ, പീസ് ഇസ് മൈ നേച്ചർ, ഹാപ്പിനെസ് ഇസ് നാച്ചുറൽ, ഹാപ്പിനെസ് ഇസ് മൈ നേച്ചർ. ആ ബിലീഫ് എടുത്തുകൊണ്ട് ദിവസം മുന്നിലേക്ക് പോകും. ഒരു ദിവസം കൊണ്ട് ഒരിക്കലും മാജിക് ഒന്നും സംഭവിക്കില്ല, എന്നാൽ പതുക്കെ പതുക്കെ നമ്മുടെ ഈ ബിലീഫ് ചിന്തകളുടെ മേൽ പ്രവർത്തിക്കാൻ തുടങ്ങും. ഇപ്പോൾ അഥവാ എനിക്ക് ദേഷ്യം വരികയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ പറയുകയാണ്, ദേഷ്യം വരികയാണെങ്കിൽ, ഇപ്പോൾ ദേഷ്യം വരികയല്ല, ഇനി ദേഷ്യപ്പെടുകയാണെങ്കിൽ ഐ വിൽ ഇമ്മീഡിയറ്റ്ലി ടെൽ ദേഷ്യം ഇസ് നോട്ട് മൈ നാച്ചുറൽ. ഓ അമേസിംഗ്. ദേഷ്യം വരിക അർത്ഥം അതുണ്ടായിരുന്നു, അത് വന്നു. ഹൗ ഡീപ് റൂട്ടഡ് ഇറ്റ് ഇസ്. ബട്ട് നൗ ഇമ്മീഡിയറ്റ്ലി വി ക്യാൻ ചേഞ്ച് ഇറ്റ്. എപ്പോഴാണ് നമ്മൾ ദേഷ്യം ക്രിയേറ്റ് ചെയ്യുന്നത്, അപ്പോൾ തന്നെ നമ്മൾ നമ്മളോട് പറയും ഇറ്റ്സ് നോട്ട് നാച്ചുറൽ. ഇതുവരെ ഞാൻ ചിന്തിച്ച് ഇത് ഞാൻ ചെയ്യേണ്ടത് തന്നെയല്ലേ, അങ്ങനെ ചെയ്യാൻ വേണ്ടി എൻ്റെ അടുക്കൽ ജസ്റ്റിഫിക്കേഷൻ ഉണ്ടായിരുന്നു. എന്നാൽ ഞാൻ ആ സംസ്കാരത്തിന് മേൽ പ്രവർത്തിച്ചില്ല. ഇപ്പോൾ ഞാൻ പറയും അല്ല, വന്നു, എന്നാൽ സ്റ്റിൽ ഐ കുഡ് ഹാവ് ഡൺ വിത്തൗട്ട് ദിസ്. ഇൻഫാക്ട് ഐ വോണ്ട് ടു ഡു ഇറ്റ് വിത്തൗട്ട് ദിസ്. പതുക്കെ പതുക്കെ എൻ്റെ അറ്റൻഷൻ അതിലേക്ക് വരും. പതുക്കെ പതുക്കെ എൻ്റെ തോട്ട്സ് ക്രിയേറ്റ് ആകും. പിന്നെ ഓട്ടോമാറ്റിക്കലി എൻ്റെ ബിഹേവിയറിലേക്കും വരും. എന്നാൽ ദേഷ്യം ആവശ്യമാണ്, ദേഷ്യപ്പെട്ടാലേ കാര്യം നടക്കൂ, ദേഷ്യം നാച്ചുറൽ ആണ്, ദെൻ മൈ തോട്ട് പ്രോസസ് വിൽ വർക്ക് ഓൺലി അക്കോർഡിംഗ് ടു ദാറ്റ്. പക്ഷേ ബിലീഫ് എന്ന് പറയുന്നത് ഒരു തോട്ട് തന്നെയല്ലേ? അതെ, അതാണ്. ഇറ്റ്സ് എ ഡീപ് റൂട്ടഡ് ഫൗണ്ടേഷൻ തോട്ട്. അതിന്റെ ആധാരത്തിലാണ് ബാക്കിയുള്ള തോട്ട്സ് വരുന്നത്. ചെറിയ ചെറിയ മറ്റു തോട്ടുകൾ വരുന്നു. അതുകൊണ്ട് ആ ഫണ്ടമെന്റലിന്റെ ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
അതിൻ്റെ ആധാരത്തിലാണ് ഇത് ക്രിയേറ്റ് ആവുന്നത്. ആരാണോ ഈ സങ്കല്പത്തിനെ അഥവാ ബിലീഫിനെ സ്വീകരിക്കുന്നത്, ആങ്കർ ഇസ് നോട്ട് ഹെൽത്തി, ആങ്കർ കൂടാതെയും കാര്യങ്ങൾ നടക്കും. അങ്ങനെയുള്ള ആൾക്ക് ദേഷ്യം വരുമ്പോൾ അവർ പെട്ടെന്ന് ആരെ നോക്കും? സ്വയം തന്നെ നോക്കും, സ്വയം തൻ്റെ മേൽ പ്രവർത്തിക്കും. പതുക്കെ പതുക്കെ ആ ബിലീഫ് അവൻ്റെ ഡെസ്റ്റിനിയാകും. ദേഷ്യം കൂടാതെ സ്നേഹത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യും, സാധിക്കും. പക്ഷെ അവിടെ തന്നെ ചേഞ്ച് ചെയ്തില്ലെങ്കിൽ ഇറ്റ് വോണ്ട് വർക്ക്. Again, I think it should be believed that my belief leads me to destiny. It is. Basically, huh? Beliefs create thoughts and then that thoughts lead to destiny. Absolutely. നമ്മൾ ബിലീഫ് സിസ്റ്റത്തിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കുറച്ച് ബിലീഫ്സ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തിരുന്നു. ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളിൽ നമ്മൾ അത് ചെയ്യും. എന്തുകൊണ്ടെന്നാൽ നമ്മൾ ഹാപ്പിനെസ് ഇൻഡെക്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ദിവസം മുഴുവനുമുള്ള തന്റെ ഹാപ്പിനെസ് ഇൻഡെക്സ് സ്റ്റേബിൾ ആണോ അതോ താഴേക്കും മുകളിലേക്കും പോയിക്കൊണ്ടിരിക്കുകയാണോ? നമ്മൾ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് ബിലീഫ് സിസ്റ്റം തന്നെയാണ് നമ്മുടെ ഹാപ്പിനെസ്സിനെ ബാധിക്കുന്നത്. എന്റെ ഹാപ്പിനെസ് എന്തിനൊക്കെയാണ് ആശ്രയിച്ചിരിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, വെളിയിൽ നിന്നാണ് വരേണ്ടത്. അപ്പോൾ ഞാൻ നോക്കി എവിടെയൊക്കെയാണ് എന്റെ ഹാപ്പിനെസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഞാൻ എന്റെ ബിലീഫ് സിസ്റ്റത്തെ ചേഞ്ച് ചെയ്തു. ഐ ഡോണ്ട് നോ ഡീപ്പ് റൂട്ടഡ് ആയെന്നറിയില്ല. ഈ ഒരു തോട്ട് ഒരു പുതിയ ബിലീഫ് സിസ്റ്റമായി. ഹാപ്പിനെസ് എന്റെ സ്വന്തം ക്രിയേഷൻ ആണ്. ഇതുവരെ എങ്ങനെയായിരുന്നു? സാധനങ്ങളിൽ നിന്ന് സന്തോഷം ലഭിക്കും. ഇപ്പോൾ ഹാപ്പിനെസിന്റെ സ്വന്തം ക്രിയേഷൻ ആണ്. രണ്ട് ആണോ ബിലീഫ് അല്ലയോ? അതിൽ ഡിപ്പെൻഡൻസി ഇല്ല, ഞാൻ ഡിസ്റ്റർബ്ഡ് ആകുന്നില്ല. ഇന്ന് എൻ്റെ കയ്യിൽ മൊബൈൽ ഇല്ലെങ്കിൽ ബാക്കിയുള്ളവരിൽ നിന്നും എൻ്റെ മൊബൈൽ ലോവർ ക്വാളിറ്റി ആണെങ്കിലും ഞാൻ ഡിസ്റ്റർബ്ഡ് ആകുന്നില്ല. സാധനം എന്തായാലും യൂസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ആ സാധനം എൻ്റെ ഡിസ്റ്റർബൻസിന് കാരണമാകുന്നുവെങ്കിൽ വാങ്ങിയപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചു അത് സന്തോഷം തരുമെന്ന്. പക്ഷെ ഇതാണ് സംഭവിക്കുന്നത്. അതുപോലെ നമ്മുടെ ബിലീഫിനെ ചെക്ക് ചെയ്യുന്നുവെങ്കിൽ പുതിയ ബിലീഫോടു കൂടി പുതിയ ജീവിതം നയിക്കാൻ നമ്മൾ ശ്രമിക്കണം. സാധനം യൂസ് ചെയ്യാനുള്ളതാണ്, സാധനം കംഫർട്ട് തരുന്നതാണ്, പക്ഷെ സന്തോഷം ഒരിക്കലും അത് ക്രിയേറ്റ് ചെയ്യുന്നില്ല. നൗ എക്സ്പ്ലോർ ആൻഡ് എക്സ്പെരിമെന്റ് വിത്ത് ഇറ്റ്. പിന്നെ കംഫർട്ടബിളായി തോന്നുകയാണെങ്കിൽ പറയാൻ സാധിക്കും ഇത് തന്നെയാണ് സത്യം. And this is my new belief system. ദിസ് ഇസ് ദ ട്രൂത്ത്. ഒന്ന് ബിലീഫ്, മറ്റൊന്ന് ട്രൂത്ത്. Truth. അത് ശാശ്വതമാണ്, സത്യമാണ്. നമ്മൾ പറയാറില്ലേ, പല പ്രാവശ്യം പറഞ്ഞിട്ടുമുണ്ട് റൈറ്റ് ഓർ റോങ് ആക്ച്വലി എന്താണ്? റൈറ്റ് ഓർ റോങ്, യെസ് വി സേ ഇറ്റ് ഈസ് റിലേറ്റീവ്, ബട്ട് ഇറ്റ് ഈസ് വാട്ട് ഈസ് ഗോയിങ് ടു മേക്ക് മീ കംഫർട്ടബിൾ, ദാറ്റ് ഈസ് ട്രൂത്ത് ഫോർ മീ. അപ്പോൾ നമ്മൾ അതിനെ എക്സ്പെരിമെന്റ് ചെയ്യുന്നത് ദെൻ ഇറ്റ് ഈസ് നോ ലോങ്ങർ ആൻ ബിലീഫ് ബട്ട് ഇറ്റ് ഈസ് എ ട്രൂത്ത് ഫോർ മീ. യെസ്, ദിസ് ഇസ് വാട്ട് ഈസ് നാച്ചുറൽ. പിന്നെ നമ്മുടെ ജീവിതത്തിന്റെ ഫൗണ്ടേഷനിൽ അത് തീർച്ചയായും സരളമായി മാറും. Yes, I think somewhere we are really reaching out of the crux. അത് ഏതൊരു സാധനമാണ് നമ്മൾ പറയാറില്ലേ, എപ്പോഴും ആ ഫീലിംഗ്, ആ തോട്ട് ഇത്രയും സ്ട്രോങ് ആയിരുന്നു, അത്രയും ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല, അത്രയും ഡീപ്പ് റൂട്ടഡ്. അർത്ഥം ജീവിതം മുഴുവൻ അതനുസരിച്ചാണ് ജീവിച്ചത്. ഇനി ഒരു ബിലീഫ് സിസ്റ്റം കൂടിയുണ്ട്, അഥവാ ട്രൂത്ത് ഉണ്ട്. നമ്മുടെ സന്തോഷം അതിനെ ആശ്രയിച്ചിരിക്കും. നമ്മൾ പറയും വി ഗെറ്റ് ഹാപ്പിനെസ് ഔട്ട് ഓഫ് ദാറ്റ് ആൻഡ് ദാറ്റ് ഇസ് വെൻ വി ടേക്ക് എ ബ്രേക്ക്, വെൻ വി ഗോ ഓൺ ഹോളിഡേയ്സ്. അല്ലെങ്കിൽ നമ്മൾ എന്റർടൈൻമെന്റിന്റെ കാര്യം പറയും, അത് ടെലിവിഷൻ മാധ്യമത്തിലൂടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും, ബുക്ക് വായിച്ചിട്ടായിരിക്കും, നോവൽ വായിച്ചിട്ടായിരിക്കും. ദിസ് ആക്ച്വലി ഗിവ്സ് മീ വൈ വി ആക്ച്വലി ഗോ ഫോർ മൂവീസ്, വൈ വി വാച്ച് television. Why do we watch? Because it gives us somewhere, we feel good. See, why do we watch television? Why do we watch movie? Why do we want to go for a holiday? എവിടെയൊക്കെയോ എൻ്റെ തോട്ട്സ് പോകുന്നുണ്ട്. സങ്കല്പങ്ങൾ ഒരിക്കലും പ്ലസന്റ് ആവുന്നില്ല. Then I say, take a break. Every time you are stressed out, go and take a break. Absolutely, take a break. ആക്ച്വലി എന്താ ചെയ്യുന്നത്? ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ മറ്റു തോട്ട്സുകൾ അത് മാറണം. ആൻഡ് ഐ ക്യാൻ ബി മെൻ്റലി വെരി റിലാക്സ്ഡ്. പക്ഷെ വാട്ട് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ്, ഇതെല്ലാം ചെയ്താലും ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി ഫൈൻ ടു ഗോ ഫോർ എ ഹോളിഡേ, ടു വാച്ച് എ മൂവി, ടു വാച്ച് ടെലിവിഷൻ, വാട്ട് എവർ. പക്ഷെ വിത്ത് ഫുൾ അണ്ടർസ്റ്റാൻഡിങ് ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്തൊക്കെയാണ്, പിന്നെ ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്. നമ്മൾ വിചാരിക്കുന്നു ഇത് ചെയ്യുമ്പോൾ സന്തോഷം ലഭിക്കും. അത് നമ്മുടെ ഉള്ളിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. ഇത് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് സന്തോഷം ലഭിക്കുമോ, സന്തോഷം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? ആക്ച്വലി നിങ്ങൾ കുറച്ചു ദിവസം നിങ്ങളെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ നമ്മൾ എത്ര നേരം മറ്റെന്തെങ്കിലും ചെയ്യുന്നുവോ നമ്മുടെ മനസ്സ് തീർച്ചയായും ആ സങ്കല്പങ്ങളിലേക്ക്. സപ്പോസ് നമ്മുടെ ഓഫീസിൽ ആരെങ്കിലുമായി ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടായി, ഇറ്റ് ഈസ് കോൺസ്റ്റന്റ്ലി ഓൺ മൈ മൈൻഡ്. അദ്ദേഹം അങ്ങനെ എന്തിനു പറഞ്ഞു, അങ്ങനെ എന്തിനു ചെയ്തു. പിന്നെ ഞാൻ വീട്ടിൽ വന്ന് TV ഓണാക്കി, ഓൾ റൈറ്റ്, TV-യിൽ എന്തെങ്കിലും ടോട്ടലി ഡിഫറെന്റ് ഐ എം വാച്ചിങ്. അത്രയും നേരം അത് പോയി, ആ തോട്ട്സ് പോയി. ആ തോട്ട് പോയതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു TV-യിലെ പ്രോഗ്രാമാണ് എനിക്ക് ഇത്രയും സന്തോഷം തന്നത്. ആ പ്രോഗ്രാം എന്താണ് ചെയ്തതെന്നാൽ എന്നിലുണ്ടായിരുന്ന പെയിൻഫുൾ തോട്ട്സ്, ആ പെയിൻഫുൾ തോട്ട്സ് കുറച്ചു നേരത്തേക്ക് മറന്നുപോയി.
അപ്പോൾ എനിക്ക് തോന്നി, സോ ഐ ഫീൽ ബെറ്റർ. എന്തുകൊണ്ടെന്നാൽ ആ പെയിൻഫുൾ തോട്ട്സ് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. അത് കുറച്ച് നേരത്തേക്ക് ഐ ഫോർഗോട്ട് അബൌട്ട് ഇറ്റ്. അപ്പോൾ എനിക്ക് തോന്നും ഈ പ്രോഗ്രാം എനിക്ക് സന്തോഷം തന്നു. ഐ ഹാവ് ടു ബി വെരി ക്ലിയർ, പ്രോഗ്രാം എനിക്ക് സന്തോഷം തന്നില്ല. ആ തോട്ടിനെ കുറച്ച് നേരത്തേക്ക് ഔട്ടാക്കി. ആ പ്രോഗ്രാം ഓഫ് ആയാൽ മറ്റേ തോട്ട്സ് എല്ലാം തിരിച്ചു വരും. എത്ര നേരം അതിനുവേണ്ടി ആ പ്രോഗ്രാം കാണും, എത്ര നേരം നമ്മൾ ടി വി കാണും, എത്ര പ്രാവശ്യം ഹോളിഡേയ്സിന് പോവും. ആൻഡ് സോ ദിസ് ഇസ് ജസ്റ്റ് എ സിമ്പിൾ വേ ഓഫ് അവോയ്ഡിങ് ദാറ്റ് ഇന്നർ വർക്ക്. നമുക്ക് തോന്നും കുറച്ചു നേരം നമ്മൾ കണ്ടു, മറ്റെല്ലാം മറന്നു. നമ്മൾ പല പല വിദ്യകൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നു. ചിലർ ഷോപ്പിങ്ങിന് പോവും, ഹേർട്ട് ദൂരെയാക്കാൻ വേണ്ടിട്ട്, മറക്കുന്നതിന് വേണ്ടിയിട്ട്. അതാണ് വ്യത്യാസം. ഒന്നുണ്ട് മറക്കുക, മറ്റൊന്ന് ദൂരെയാക്കുക. ഒരെണ്ണം അതിനെ ഇല്ലാതാക്കുകയാണ്. അതുകൊണ്ട് ഏതെങ്കിലും മാധ്യമം ഉപയോഗിക്കുന്നത് കൊണ്ട് അതിനെ നശിപ്പിക്കാൻ സാധിക്കില്ല. അത് കുറച്ചു നേരത്തേക്ക് മറക്കുന്നു. എന്തുകൊണ്ടെന്നാൽ മറ്റൊരു മീഡിയം താങ്കളുടെ മനസ്സിനെ കുറച്ചു നേരത്തേക്ക് ഓവർ പവർ ചെയ്തു. അപ്പോൾ ആ ബെനിഫിറ്റ് ഉണ്ട്, കുറച്ചു നേരത്തേക്ക് എൻ്റെ തോട്ട്സ് ഞാൻ മറക്കുന്നു. പക്ഷേ ഇതിനോടൊപ്പം എന്താ സംഭവിക്കുന്നത്? ഒരു പെർട്ടിക്കുലർ മീഡിയം എൻ്റെ മനസ്സിനെ ഓവർ പവർ ചെയ്തു. ഒരു വശത്ത് ഞാൻ അതിനെ പഠിക്കാൻ ശ്രമിക്കുകയാണ്, എൻ്റെ മനസ്സിൻ്റെ കൺട്രോൾ എങ്ങനെ എനിക്ക് കയ്യിലെടുക്കാം. അപ്പോഴെൻ്റെ മനസ്സിൽ ഒരു കാര്യവും ബാധിക്കാതിരിക്കാൻ. പക്ഷേ എത്ര നേരം നമ്മളൊരു പ്രോഗ്രാം കാണുന്നുവോ, ഒരു ദിവസം നിങ്ങൾ നിങ്ങളെ തന്നെ വാച്ച് ചെയ്ത് നോക്കണം. നിങ്ങളുടെ മനസ്സ് ടോട്ടലി അതിൻ്റെ ഉള്ളിൽ അതിനോടൊപ്പമായി മാറും. അവിടെ ആരെങ്കിലും കരയുകയാണെങ്കിൽ അതിൻ്റെ എഫക്റ്റ് നമ്മളിലുണ്ടാവും. അഥവാ അവിടെ ആരെങ്കിലും വഴക്ക് കൂടുകയാണെങ്കിൽ അത് കംപ്ലീറ്റ്ലി നമ്മളെ ബാധിച്ചു കഴിഞ്ഞു. അപ്പോൾ വാസ്തവത്തിൽ സംഭവിക്കുന്നത് എൻ്റെ മനസ്സിന്റെ സ്വതസിദ്ധമായ ശക്തി സങ്കല്പങ്ങൾ ജനിപ്പിക്കാനുള്ള അത് താൽക്കാലികമായി പൂർണ്ണമായി നിൽക്കുന്നു. ടി വി സ്ക്രീനിൽ വരുന്ന ആ സിറ്റുവേഷൻ എൻ്റെ മനസ്സിന്റെ സങ്കല്പങ്ങളെ ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ എൻ്റെ ബിലീഫ് സിസ്റ്റം തന്നെ ഇങ്ങനെ ഉണ്ടാക്കുകയാണ്. സിറ്റുവേഷൻ ക്രിയേറ്റ്സ് തോട്ട്സ്. ദിസ് ഇസ് വെയർ ബിക്കോസ് ഐ സീ ഐ ഹാപ്പനിങ് പ്രാക്ടിക്കലി. ഞാൻ എൻ്റെ മനസ്സിൻ്റെ കൺട്രോൾ പൂർണ്ണമായും ആ സിറ്റുവേഷന്, അതിപ്പോൾ സ്ക്രീനിലാണ്. പക്ഷെ ആ സിറ്റുവേഷന് പൂർണ്ണമായി കൊടുത്തിരിക്കുകയാണ്. അവർ കരഞ്ഞാൽ ഞാനും കരയും, അവർ ചിരിക്കുകയാണെങ്കിൽ ഞാനും ചിരിക്കും. ഇത്രയും ആവുമ്പോൾ എൻ്റെ മനസ്സ് പൂർണ്ണമായും അതിൽ എൻക്ലോസ് ആവും. അത്രയും നേരം എൻ്റെ മനസ്സിൻ്റെ ക്രിയേറ്റിവിറ്റി, നമ്മൾ പറയാറുണ്ട് നമ്മുടെ മനസ്സിന് അത്രയും പവർ ഉണ്ട് ഇറസ്പെക്റ്റീവ് ഓഫ് സിറ്റുവേഷൻസ്. നമ്മുടെ മനസ്സിൻ്റെ പവർ തോട്ട്സ് ക്രിയേറ്റ് ചെയ്യാനാണ്. എൻ്റെ ചുറ്റുമുള്ള എല്ലാ പേരും കരഞ്ഞാലും എന്നാലും എൻ്റെ മനസ്സിനുള്ളിൽ ശക്തി ഉണ്ടാവും. ആ സമയം എന്നെ കൊണ്ട് സ്റ്റെബിലിറ്റിയുടെ തോട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കണം. പക്ഷേ എത്ര സമയം നമ്മൾ ടെലിവിഷൻ അഥവാ മൂവി കാണുന്നുവോ അത്രയും നേരം നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ മനസ്സിൻ്റെ ശക്തിയെ അമർത്തി വെച്ചു. അതിനെ പതുക്കെ പതുക്കെ എംപവർ ചെയ്യേണ്ടതാണ്. അതിനെ എല്ലാ ദിവസവും പക്ഷെ നമ്മൾ വീണ്ടും 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 അമർത്തി വെക്കുന്നു. ദിവസവും അതിന്റെ ക്രിയേറ്റിവിറ്റിയെ ഫിനിഷ് ചെയ്യുന്നു. ക്രിയേറ്റിവിറ്റി ടു ക്രിയേറ്റ് മൈ ഓൺ ക്രിയേറ്റിവിറ്റി ടു ചൂസ് മൈ ഓൺ തോട്ട്സ്. ക്രിയേറ്റ് നമ്മൾ അല്ലെങ്കിലും ചെയ്യുന്നുണ്ട്. ഒരു വശത്ത് നമ്മൾ വർക്ക് ചെയ്യുന്നത് ക്രിയേറ്റിവിറ്റിയെ അവയർനെസ്സോടുകൂടി നമ്മുടെ തോട്ടിനെ ക്രിയേറ്റ് ചെയ്യാനാണ്. മറുവശത്ത് നമ്മുടെ തന്നെ ക്രിയേറ്റിവിറ്റിയെ നമ്മൾ നശിപ്പിക്കുന്നു. ഒരു വശത്താണെങ്കിൽ നമ്മൾ സംസാരിക്കുന്നു, ഏതൊരു സിനോറിയോകളിൽ നിന്ന് നമ്മൾ ഡിറ്റാച്ച് ആയിരിക്കണം. അതായത് ആ സിറ്റുവേഷന്റെ പ്രഭാവം എനിക്ക് മേലുണ്ടാകരുത്. എന്തുകൊണ്ടെന്നാൽ അതൊരു സ്റ്റിമുലൻ്റ് ആണ്. എൻ്റെ ഉള്ളിൽ ഇന്നർ വർക്ക് ഇല്ലാതാക്കും. എനിക്ക് ഒരു ഇന്നർ വർക്കും ചെയ്യേണ്ടി വരുന്നതേ ഇല്ല. ഞാൻ ചിന്തിക്കേണ്ട കാര്യം അത് ചെയ്യുന്നു. എനിക്ക് ചെയ്യേണ്ടി നേരത്തെ ഉണ്ടാക്കപ്പെട്ട തോട്ട്സ് അത് എനിക്ക് തരുന്നു, പാക്ക് ചെയ്ത് തരുന്നു. സീ ദിറ്റ് ഇസ് ഗുഡ് വൺ. നേരത്തെ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള തോട്ട്സ് എനിക്ക് തരുന്നു. ഇതേ തോട്ട് പ്രോസസ് പാക്ക് ചെയ്ത് ആഹാരം ലഭിക്കുന്ന പോലെ എനിക്ക് ലഭിക്കുന്നു. വാവ്, യെസ്. Someone else is doing everything for me. ആ someone else has taken over my whole mind power. അപ്പോഴാണ് നമ്മൾ പറയുന്നത് ഈ മൂവി വളരെ നല്ലതാണ്. നമ്മൾ മുഴുവനായി അതിൻ്റെ ഉള്ളിൽ ഇൻവോൾവ് ആണ്. നമ്മുടെ മുഴുവൻ ഇമോഷൻസിനെയും ജീവിപ്പിച്ചു. ഒരിക്കൽ ഒരാൾ എന്നോട് പറഞ്ഞിരുന്നു, ഈ പ്രാവശ്യം ഞാൻ ഒരുപാട് സന്തോഷിച്ചു, ഞാൻ മുഴുവൻ ഇമോഷൻസിനെയും ജീവിപ്പിച്ചു. ഇത്ര നമ്മൾ ശ്രദ്ധിക്കണം. ഈ എഫക്റ്റ് വീണ്ടും നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് പോകും. ഇപ്പോൾ ഇത് കുറച്ചു നേരം ടി വിയിൽ ആക്ടേഴ്സ് മാത്രമാണ്. പക്ഷേ പിന്നെ റിയൽ ലൈഫ് ആക്ടേഴ്സിനോടൊപ്പം ആകുമ്പോൾ അപ്പോൾ എൻ്റെ മനസ്സ് ആ പവർ ഗീവ് അപ്പ് ചെയ്യുകയാണെങ്കിൽ I will go into my life then with this belief system that situations and thoughts create ചെയ്യുകയാണ്. എന്തുകൊണ്ടെന്നാൽ എൻ്റെ മൈൻഡിന്റെ ഉള്ളിൽ ആ പവർ കുറേശ്ശേയായി ഇല്ലാതാവുന്നു. Why do we say influence of media? നമ്മൾ പറയാറില്ലേ ഇൻഫ്ലുവൻസ് ഓഫ് മീഡിയ എത്രയുണ്ട് എന്ന് ഇന്നത്തെ കുട്ടികളുടെ മേൽ. So what is influence of media? Oh, it means
ഇറ്റ്സ് ലൈക്ക് അത് അത്രയും സ്ട്രോങ് ആയ ഒരു ഹാബിറ്റായി മാറുന്നു. നിങ്ങളുടെ മനസ്സൊരു സങ്കല്പം ക്രിയേറ്റ് ചെയ്യല്ലേ ഒരു പെർട്ടിക്കുലർ സീരിയൽ. കാർട്ടൂൺ കാണുന്നുണ്ട് കുട്ടികളെ കണ്ടിന്യൂസ്. വാട്ട് കാർട്ടൂണിലും വയലൻസ് ഉണ്ട്. അതായത് കാർട്ടൂണിലും വയലൻസ് ഉണ്ടാകാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വയലൻസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇൻഫോർമേഷൻ ഇസ് ക്രിയേറ്റിംഗ് തോട്ട്സ്. അപ്പോൾ വയലൻസിന്റെ ഇൻഫോർമേഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ക്വാളിറ്റിയുടെ തോട്ട്സ് ക്രിയേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. എല്ലാ ദിവസവും കണ്ട് എല്ലാ ദിവസവും കാണാം. അതെന്റെ എന്തായി മാറും? ഹാബിറ്റ്. അതാണ് എൻ്റെ പേഴ്സണാലിറ്റിയുടെ ഭാഗമായി മാറുന്നത്. അത് പിന്നെ എൻ്റെ പ്രാക്ടിക്കൽ ലൈഫിൽ വരും. അപ്പോഴാ പറയുന്നത് ഇൻഫ്ലുവൻസ് ഓഫ് മീഡിയ എന്ന്. Oh, if we really need to see, actually, if I repeat it, it becomes more comfortable for me. ഞാൻ ഇന്ന് സ്വയം തോട്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ പരിശ്രമിക്കുകയായിരുന്നു, റൈറ്റ്. പക്ഷേ എൻ്റെ ബിലീഫ് സിസ്റ്റം അഥവാ ഏതൊരു ബിലീഫാണോ എൻ്റെ കൂടെ ഉള്ളത്, ആ ഒരു തോട്ട് അത്രയും സ്ട്രോങ് ആയിരുന്നു. അതിനെ എനിക്ക് ഓവർ പവർ ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ആ തോട്ട് ക്രിയേറ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇന്ന് ഞാൻ സ്വയം എനിക്ക് എങ്ങനെയുള്ള സിറ്റുവേഷൻ അഥവാ മീഡിയ കൊടുത്തു, അത് ടെലിവിഷൻ ആയിരിക്കാം, സീരിയൽ ആയിരിക്കാം, നോവൽ ആയിരിക്കാം, ആ എല്ലാ സിറ്റുവേഷൻസും എൻ്റെ ക്രിയേറ്റ് ചെയ്യാനുള്ള തോട്ട് ചൂസ് ചെയ്യാനുള്ള ആ പവർ, അതിനെ ഞാൻ കൊല്ലുകയായിരുന്നു. അതിലും സംഭവിക്കുന്ന ഇതാണ്, ഇറ്റ് Oh, it's so harmful. ബിക്കംസ് ഈവൺ മോർ ചലഞ്ചിങ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ക്വാളിറ്റി എന്താണെന്ന് ചിന്തിക്കുമ്പോൾ എപ്പോഴാണോ നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തോട്ട് പവറിനെ ഇത് എത്രത്തോളം ഡീപ്പായി ബാധിക്കുന്നു എന്ന്, അപ്പോൾ നമ്മളെ റെസ്പോൺസിബിലിറ്റി കൂടുകയാണ്. ഇതുപോലുള്ള പ്രോഗ്രാം, ഏത് ക്വാളിറ്റിയുള്ള പ്രോഗ്രാമാണ് നമ്മൾ ഉള്ളിലേക്ക് ഫീഡ് ചെയ്യുന്നത് എന്തെന്നാൽ അത് നമ്മുടെ തോട്ടിനെ ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ നമ്മൾ മെജോറിറ്റി സീരിയൽസ് അല്ലെങ്കിൽ സോപ്പ് ഓപ്പറ, അതിൽ ആളുകൾ പരസ്പരം ചീറ്റ് ചെയ്യുകയാണ് അഥവാ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ്. ചിലരുടെ വിശ്വാസത്തെ തന്നെ വഞ്ചിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ അവർ കാണുന്നത് ദിസ് ഇസ് വാട്ട് സെൽസ്. അഥവാ നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ കാണുകയാണെങ്കിൽ അതിനോടൊപ്പം ഇതും പറയാറുണ്ട്, ഇന്ന് സമൂഹത്തിൽ നടക്കുന്നതെല്ലാം അതിന്റെ പ്രതിഫലമാണെന്ന്. അഥവാ കുറച്ച് അങ്ങനെ സംഭവിക്കുന്നുണ്ട്. എങ്കിൽ തന്നെ ഇത്രയും ആൾക്കാർ എല്ലാ ദിവസവും അത് കാണുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഹാവിങ് ആൻ ഇൻഫ്ലുവൻസ് ഓൺ മൈ തോട്ട്സ്. അപ്പോൾ ചിലപ്പോൾ അത് പതുക്കെ എൻ്റെ വീട്ടിലേക്ക് വരാൻ ആരംഭിക്കും. എന്തുകൊണ്ടെന്നാൽ അതെൻ്റെ മനസ്സിലുണ്ടായി. ടി വിയുടെ ഇമ്പാക്റ്റ് വീട്ടിലല്ല, ഓരോരുത്തരുടെയും മനസ്സിലാണ് ഉണ്ടാകുന്നത്. പിന്നെ എല്ലാവരുടെയും ചിന്ത അങ്ങനെയാകും. അഥവാ എല്ലാ ദിവസവും ഞാൻ ഒരു സീരിയൽ കാണുകയാണ്, അതിൽ കാണുകയാണ് ആരെയും വിശ്വസിക്കരുത്. അതാണ് ഇന്ന് ഒരു കുടുംബത്തിലുള്ളവർ തന്നെ അതിലൊരു അംഗത്തെ തീർച്ചയായും ചതിക്കുന്നുണ്ട്. ആ ദിവസവും അത് ഞാൻ കാണുകയാണെങ്കിൽ വിൽ ഇറ്റ് നോട്ട് ഹാവ് എൻ ഇമ്പാക്ട് ഇൻ മൈ തോട്ട്സ്? ഡെഫിനറ്റ്ലി. അഥവാ നമ്മൾ ന്യൂസ് കാണുകയാണെങ്കിൽ തന്നെ എല്ലാ ദിവസവും കഥാപാത്രം മാറുന്നുണ്ടാവും, ആളുകൾ മാറുന്നുണ്ടാവും, പക്ഷെ ന്യൂസ് അങ്ങനെയുള്ളതാണ്. അബ്സല്യൂട്ട്ലി. വയലൻസ് ഉള്ളത്, ഫിയർ ഉള്ളത്. അപ്പോൾ എന്റെ തോട്ട്സ് അങ്ങനെയുള്ളത് ക്രിയേറ്റ് ആവും. എഗെയിൻ ലെറ്റ് us bring it back to this program. എന്തുകൊണ്ട് അവേക്കനിങ് വിത്ത് ബ്രഹ്മകുമാരീസ്? ഇവിടെ നമ്മൾ ഒരു ഡിഫറെന്റ് മൈൻഡ് സെറ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഏതൊരു ബിലീഫ് സിസ്റ്റം ആയിട്ടാണോ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്, ആങ്കർ ഇസ് നാച്ചുറൽ, ടെൻഷൻ ഇസ് നാച്ചുറൽ, അത് കേട്ട് എന്തായി? അവരുടെ തോട്ടിന് മേൽ ആ ഇഫക്റ്റ് ഉണ്ടായി. പിന്നെ ഒരുപാട് ആൾക്കാർ പറഞ്ഞു ലെറ്റ് us എക്സ്പ്ലോർ. ദേഷ്യപ്പെടാതെയും കാര്യം നടക്കുമായിരുന്നു. അതിന് പകരം സീരിയൽ കാണുകയാണ്, അതിൽ ദേഷ്യപ്പെട്ടാണ് കാര്യങ്ങൾ നടത്തുന്നത്. അവരിൽ ഇതുവരെ ഒരു കാര്യമുണ്ട്, അണ്ടർഡോഗിന്റെ ഒരു പരിപാടി ഉണ്ടല്ലോ, അതിലെ വയലൻസ് ആണ്, പിന്നെ അതിലെ ദുഃഖം, ഇറ്റ്സ് ഹൈലൈറ്റഡ് ആൻഡ് ഗ്ലാമറൈസ്ഡ്. ആബ്സല്യൂട്ട്ലി. ദിസ് ഇസ് എ ഡിറക്റ്റ് പ്രൂഫ്. ഏതൊരു ഇൻഫോർമേഷൻ ആണോ താങ്കൾ എടുക്കുന്നത് അതിന് താങ്കളുടെ മേലൊരു ഡീപ്പ് ഇമ്പാക്ട്, ഇൻഫ്ലുവൻസ് ഉണ്ട്. in fact, I had this major belief system. പണം നിങ്ങളെ തെറ്റായ വഴിയിലേക്ക് കൊണ്ടുപോകും, പണം പാപമാണ്. This is what the belief system is. And because of the film, true, but which is not true actually. I understood it now. ദിസ് ഇസ് നോട്ട് ട്രൂ. ബട്ട് എവിടെയോ നമ്മുടെ ബിലീഫ് സിസ്റ്റത്തിന് മേൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെലുത്തുന്നു. നമ്മൾ എല്ലാവരും ടി വി കാണുന്നുണ്ട്, മൂവി കാണുന്നുണ്ട്. നമ്മൾ ഒറ്റയ്ക്കല്ല കാണുന്നത്, നമ്മളോടൊപ്പം നമ്മുടെ കുട്ടികളുമുണ്ട്. എത്ര ചെറിയ കുട്ടികളാണോ അത്രത്തോളം ഇൻഫ്ലുവൻസ് അവരുടെ മേൽ കൂടുതലാണ്. എന്തുകൊണ്ടെന്നാൽ അവരുടെ പവർ ഓഫ് മൈൻഡ് ഡെവലപ്പ് ആകുകയാണ്, എങ്ങനെ തോട്ട്സ് ക്രിയേറ്റ് ആകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ക്ലിയർ ആവുന്നത് സിസ്റ്റർ ശിവാനി, നമ്മൾ എല്ലാവരും പറയാറുണ്ട് ടി വിയുടെ ഇൻഫ്ലുവൻസ് വളരെ മോശമാണ്, മൂവി കാണരുത്, ടി വി ഇത്രയും കാണാതിരിക്കൂ. ഇത് എന്തിനാണ് മാതാപിതാക്കൾ അവരുടെ കുട്ടികളോട് പറയുന്നത്? നമുക്ക് ഇതിന്റെ റീസൺ അറിയാമോ? പക്ഷെ ഇന്ന് സ്വയം നമുക്ക് അതിന്റെ റീസൺ അറിയാം. നമ്മൾ മുതിർന്നവരാണ്, നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നമ്മൾ അത് കാണുക തന്നെ വേണം. ഇൻഫർമേഷൻ എടുക്കണ്ടേ, നമുക്ക് ന്യൂസ് കാണണ്ടേ, നമ്മൾ ഇത് ചെയ്യണം. നമ്മളിത് കേവലം പറയുന്നതാണ് നമ്മുടെ കുട്ടികളോട്. ട്രൂ. ഇന്ന് അഥവാ നമുക്ക് മനസ്സിലായി നമ്മുടെ മേലും കുട്ടികളുടെ മേലും അത് പ്രവർത്തിക്കാൻ തുടങ്ങിയെന്ന്.
എങ്കിൽ നമുക്ക് ടിവിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല. നമ്മൾ കുട്ടികളോട് ടി വി കാണരുത് എന്ന് പറയുന്നത് അത്രയും സമയം സ്പെൻഡ് ആകും എന്നതുകൊണ്ടാണ്. അത്രയും സമയം അവർ പഠിക്കേണ്ടതാണ്. അവരുടെ ഐസൈറ്റ് മോശമാകും. വെരി ഫ്യൂ ഓഫ് us നോ അതിന്റെ ഇമ്പാക്ട് നമ്മുടെ മനസ്സിൽ എത്രത്തോളം ഉണ്ട് എന്ന്. നമ്മളത് പറയാറുണ്ടായിരുന്നു, പക്ഷെ എങ്ങനെയാണ് അത് ഉണ്ടാകുന്നതെന്ന് എനിക്കിതുവരെ അറിയില്ലായിരുന്നു. അഥവാ ഞാൻ ഇത്രയും നേരം ടി വി 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ കാണുകയാണെങ്കിൽ മൈ മൈൻഡ് ബിക്കംസ് തീർത്തും ഓവർ പവേർഡ് ബൈ ദാറ്റ്. ഇനി അതിനുശേഷം പഠിക്കാനിരിക്കുകയാണെങ്കിൽ എൻ്റെ മനസ്സ് തീർച്ചയായും നമ്പാവസ്ഥയിലാണ്. പിന്നെ അതിനെ ആക്ടിവേറ്റ് ചെയ്യുക, അതിനെ കോൺസെൻട്രേഷൻ ലെവലിലേക്ക് കൊണ്ടുവരിക. അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നിർത്തിയിരുന്നു. അവർ ആ 1 മണിക്കൂർ കോൺസെൻട്രേഷനെ ചെയ്തിരുന്നു. അതിനുശേഷം പുസ്തകം തുറന്ന് വെച്ചിരിക്കുന്നു, കമ്പ്യൂട്ടർ ഓൺ ആക്കി വെക്കുന്നു, ഒന്നും ഇറ്റ് മനസ്സിലായി. ഇസ് നോട്ട് വെരി ഈസി. പിന്നെ അതിനെ വളരെ പതുക്കെ തിരികെ മറ്റേ സ്റ്റേറ്റിലേക്ക് അവർക്ക് കൊണ്ടുവരേണ്ടി വരുന്നു. അപ്പോൾ ടി വിയുടെ ഇമ്പാക്റ്റ്, മീഡിയയുടെ ഇമ്പാക്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് നമ്മുടെ മനസ്സിൻ്റെ ക്രിയേറ്റിവിറ്റിയെ പതുക്കെ ക്രിയേറ്റിവിറ്റി ഇൻ ദ സെൻസ് ഓഫ് പവർ ടു ചൂസ് മൈ തോട്ട്സ് അതിന് മേൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു. ആൻഡ് ടുഡേ എന്റർടൈൻമെന്റിന്റെ പേരിൽ ഒരുപാട് നമ്മളെല്ലാവരും Another thing which I want to talk is ഒരെണ്ണം എന്റർടൈൻമെന്റ്. അതിൽ ഞാൻ ഒരുപാട് ഇൻവോൾവ്ഡ് ആയി തുടങ്ങിയിരിക്കുന്നു. സീരിയലുമായി, ഫിലിംസിലായി, മറ്റെന്തിലായി. പക്ഷേ ഇന്ന് റിയാലിറ്റി ഷോസിന്റെ പേരിൽ നമ്മൾ അത് കാണാൻ നിർബന്ധിതരാണ്. നമ്മുടെ ഹാബിറ്റ് അത്രത്തോളം സ്ട്രോങ് ആയിരിക്കാണ്, നമുക്കതിനെ സ്വിച്ച് ഓഫ് ചെയ്യാൻ തന്നെ സാധിക്കുന്നില്ല. അഡിക്ഷൻ. പറയാറുണ്ട് ഇതെന്താണ് കാണിക്കുന്നതെന്ന്, സത്യത്തിന്റെ പേരിൽ ഇതെന്താ കാണിക്കുന്നത്, കല്യാണത്തിന്റെ പേരിൽ എന്താ കാണിക്കുന്നത്. റിയാലിറ്റി ഷോസിൽ കുട്ടികളോട് അവരുടെ പെർഫോമൻസിനെ കുറിച്ച് അത്രത്തോളം ഒരു സിനാരിയോ നമ്മുടെ മുന്നിൽ വരുന്നു. അത് നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അതിരുന്ന് കാണുന്നുണ്ട്. ആബ്സല്യൂട്ട്ലി. അതാണ് ടോപ്പിക് ഓഫ് ഡിസ്കഷനായി മാറുന്നത്. ഇന്നത്തെ ലാസ്റ്റ് എപ്പിസോഡ് നാളെ നിങ്ങൾ വാക്കിങ്ങിന് പോകുമ്പോൾ, ജോഗിങ്ങിന് പോകുമ്പോൾ പോലും ടോപ്പിക് ഓഫ് ഡിസ്കഷൻ. ആ നെഗറ്റിവിറ്റി കേവലം കേൾക്കുകയോ കാണുകയോ മാത്രമല്ല, അതിനുശേഷം ഒരുപാട് പ്രാവശ്യം. അപ്പോൾ നമ്മുടെ അഡിക്ഷൻ ഇതായിരിക്കാണ്, നമ്മൾ ആഗ്രഹിക്കുന്നില്ലെങ്കിലും അത് കാണുന്നുണ്ട്. സംവെയർ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് നമ്മുടെ ഉള്ളിൽ നമ്മൾ എന്താണ് ഫീഡ് ചെയ്യുന്നതെന്ന്. ഇന്ന് ഒരുപാട് കാര്യങ്ങൾ തെറ്റാണെന്ന് മനസ്സിലാക്കിയിരുന്ന കാര്യങ്ങൾ സൊസൈറ്റിയുടെ മര്യാദകളുടെ ആധാരത്തിൽ നമ്മൾ പറഞ്ഞു ഈ കാര്യങ്ങളെ തന്നെ വളരെ ഓപ്പൺലി സംസാരിക്കുന്നുണ്ട്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി അതിനൊരു സോഷ്യൽ അക്സെപ്റ്റൻസ് തന്നെ കിട്ടുന്നുണ്ട്. ഇവിടെ എവിടെയോ നമ്മൾ ചിന്തിക്കുന്നു, അതായത് ദിസ് ഇസ് ഓക്കെ. ആൻഡ് ഇൻഫാക്ട് അതിന് ഇത്രത്തോളം സമൂഹത്തിൽ അക്സെപ്റ്റൻസ് ലഭിക്കുന്നു, അതിനെ ഇത്രത്തോളം ഗ്ലാമറൈസ് ചെയ്യുകയാണ്, പ്രൈസ് ചെയ്യുന്നു. ഓരോരുത്തരുടെയും മൈൻഡ് സെറ്റ് എങ്ങനെ ക്രിയേറ്റ് ആകും. ദിസ് ഇസ് ഓക്കെ, പീപ്പിൾ ആർ അക്സെപ്റ്റിംഗ് എവറിഥിങ് ഓഫ് ദിസ് സോർട്ട്. ആൻഡ് അത്തരത്തിലുള്ള ഇൻഫോർമേഷൻ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് ഇടുന്നുവോ നമ്മുടെ ചിന്തയുടെ ക്വാളിറ്റി എന്താകും. നമ്മുടെ റൈറ്റ് ഓർ റോങ് നമ്മൾ കൂടെ ചിന്തിക്കുമായിരുന്നു. ഇത് റൈറ്റ് ആണോ, ഇത് റോങ് ആണോ. ഇപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഒരുപാടൊന്നും ചിന്തിക്കുന്നില്ല. ഇനി ഏറ്റവും വലിയ കാര്യം നമ്മൾ കാണേണ്ട എന്ന് ആഗ്രഹിച്ചാലും അപ്പോൾ നമ്മൾ പറയുന്നതാണ് എന്തുകൊണ്ടെന്നാൽ നമുക്കൊരു കാര്യം മനസ്സിലാകുന്നില്ല, അതായത് ഹൗ ഇറ്റ് ഈസ് ഗോയിങ് ടു ഇമ്പാക്ട് മൈ മൈൻഡ്. നമ്മൾ ചോദിക്കുന്നത് ഒരിക്കൽ കാണുന്നതുകൊണ്ട് എന്താ കുഴപ്പം, നമുക്കറിയാമല്ലോ എന്താണ് ചർച്ച എന്ന്, നമുക്ക് നോക്കാം എന്താണെന്ന്. Then we start approving. Then my mind starts taking that നമ്മുടെ ഉള്ളിലേക്ക്. ഇന്നത്തെ കുട്ടികളുടെ പ്രോഗ്രാം കാണുകയാണ്. കുട്ടികൾ അതിൽ എങ്ങനെയാണ് ഡ്രസ്സപ്പ് ചെയ്യുന്നത്, കുട്ടികൾ അതിൽ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, അവർ ആ പാട്ട് എത്ര സമയം കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും, അവർ അതേപോലെ തന്നെ അതിനെ എനാക്ട് ചെയ്യുന്നു. ദെൻ വി സേ ഇറ്റ് ഇസ് ഓക്കെ, കുട്ടികളുടെ പ്രോഗ്രാം അല്ലേ. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ കുട്ടികളിരുന്നത് കാണും. നാളെ കുട്ടികൾ അങ്ങനെയുള്ള ഡ്രസ്സ് ധരിക്കാൻ ആഗ്രഹിക്കും. അപ്പോൾ നമ്മൾ അതിനെ അത്ര വലിയ ഇഷ്യൂ ആക്കി മാറ്റും. വി ആർ നോട്ട് അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ്. ആ ഇൻഫ്ലുവൻസ് നമ്മൾ തന്നെയാണ് കൊടുക്കുന്നത്. ആ കുട്ടി കണ്ടു, ആ ആർട്ടിസ്റ്റ് ഈ രീതിയിലുള്ള വസ്ത്രം ധരിച്ചിരുന്നു, ഈ രീതിയിലുള്ള പെർഫോമൻസ് ചെയ്തു, എല്ലാ പേരിൽ നിന്ന് ആ വ്യക്തി ഇത്രയും പ്രൈസ് ലഭിച്ചു. എവ്രി വൺ ഈസ് ലുക്കിംഗ് ഫോർ അക്സെപ്റ്റൻസ്. എനിക്ക് പ്രൈസ് വേണം, എനിക്ക് അക്സെപ്റ്റൻസ് വേണം. അപ്പോൾ ഞാൻ കണ്ടു ഈ കാര്യത്തിന് അക്സെപ്റ്റൻസ് ലഭിച്ചു. വിൽ ഐ ട്രൈ ടു കോപ്പി ഇറ്റ് ഇൻ മൈ ലൈഫ്? അപ്പോൾ ഐ വിൽ വോണ്ട് ടു വോൺ അങ്ങനെയുള്ള ഡ്രസ്സുകൾ വേണം, എനിക്കിത് പഠിക്കണം. ബട്ട് സംവെയർ വി ആർ ഇൻസ്ട്രുമെന്റൽ. പിന്നെ ഇതെല്ലാം ഒരു സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. The bottom line was സന്തോഷത്തിന് വേണ്ടി ചെയ്തു. That's very very important question. If it is giving me happiness, I should really check and change. ഇതിനു വേണ്ടി വീട്ടിലൊരു കൾച്ചർ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ എന്താണോ വാച്ച് ചെയ്യേണ്ടത്, എത്രത്തോളം അതിനെ വാച്ച് ചെയ്യണം, പിന്നെ എത്രത്തോളം അതിൻ്റെ ഇമ്പാക്റ്റ് എനിക്ക് മേലുണ്ടാകും, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.